അങ്ങനെ ഈ വർഷത്തെ ഓണവും ദാ വന്നു ദേ പോയി. ഒരു മാസം കൊണ്ടുള്ള കഷ്ടപ്പാടായി ഒറ്റ ദിവസം കൊണ്ടങ്ങ് പോയത്. അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഉത്തിരാടച്ചന്തയ്ക്ക് പോകാനുള്ള തിരക്കിലാണേ ഞാൻ. ഇലയൊക്കെ വെട്ടി കറിവേപ്പിലയൊക്കെ എടുത്ത് ഇനി നമുക്ക് ഉത്തിരാടച്ചന്തയ്ക്ക് പോയിട്ട് വരാം. ഞങ്ങളുടെ പുനലൂർ നാട്ടിലും ഉത്തിരാടച്ചന്തയെന്ന് പറഞ്ഞാൽ ഒരുപാട് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടേ. ഒരു കിറ്റ് പച്ചക്കറി ഞാൻ വാങ്ങിയത് കൂടാതെ കുറച്ച് ചേനയും ചേമ്പും മുരിങ്ങക്കായും വെള്ളരിയും മുട്ടക്രോസും ഒക്കെ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയിരുന്നേ. പൂവിനൊക്കെ എന്താ വില, 250 രൂപയുടെ പൂവായി എടുക്കുന്നത്. പൈസയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അത്തപ്പൂക്കളും ഇല്ലാതെ എന്തോ ഓണം. തലയിൽ വെക്കാൻ മുന്നേ ഞാൻ കുറച്ച് മുല്ലപ്പൂ മേടിച്ചെന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പൂവൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ നേരെ ചന്തയിലേക്ക് പോയേ. എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. ഈ പച്ചക്കറിയും പൂക്കളും അല്ലാതെ വേറെയും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നേ. തിരക്ക് കാരണം മുഴുവൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നീട് കുറച്ച് പഴവും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്നേ. ഞാൻ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ആഫി പൂക്കളത്തിനുള്ള പൂക്കളൊക്കെ ഒരുക്കി വെച്ചു. പൂക്കളം ഇടാൻ 3 പ്രാവശ്യം മുറ്റത്തിറങ്ങി. അതുപോലെ തിരിച്ചും കയറി. മഴ ഒന്നിനും സമ്മതിക്കത്തില്ലെന്നേ, പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. മഴ നനഞ്ഞും കൊണ്ട് പൂക്കളം ഇട്ടു. അപ്പോൾ സദ്യയാണല്ലോ പ്രധാനം. അങ്ങനെ ഒരു 12:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. എല്ലാ പ്രാവശ്യവും ഞാൻ 2 പായസമൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം വെർമസലി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. എല്ലാവരും സന്തോഷപൂർവ്വം ഈ വട്ടവും ഓണമൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ കമന്റിൽ പറയാൻ മറക്കല്ലേ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് വിരുന്നുകാരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളും എവിടെയും പോയില്ല. ഇന്നിനി എൻ്റെ അമ്മയൊന്ന് കാണാൻ പോകണം. അതും കൂടി കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷം കഴിയും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസയും ചതയദിന ആശംസകളും നേരുന്നു. ഇനി അടുത്ത ഒരു ഓണത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഒരുപാടധികം നല്ല നല്ല കണ്ടന്റുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.